Okay. So far in this module, that is in the fifth module, we were discussing about transducers. ഓക്കെ, നമ്മളൊരു റിഫ്രഷ് ചെയ്യുക അത് ആദ്യമല്ല, കാരണം ഇന്നലെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർക്കൊന്നും ആൻസർ തീരെയില്ലായിരുന്നു. ഓക്കെ, അപർണ, അപർണ ഒന്ന് മൈക്ക് ഓണാക്കുമോ? ഹരിത, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കലൊന്നുമല്ല, ജസ്റ്റ് ഒരു ഓറൽ ഡിസ്കഷൻ ആണ്. ഹരിത. ഹലോ സർ. ഓക്കെ, എന്തായിരുന്നു ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാല്? വൺ ഫോം ഓഫ് എനർജിനെ അനദർ ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അതിനാണ് ജനറലി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അല്ലേ? നമ്മളെ ഇലക്ട്രോണിക്സിൽ വരുമ്പം എന്താണ് ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ? ഇലക്ട്രിക്കൽ എനർജിനെ വേറെ എന്തെങ്കിലും ഫോം, പവർ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്. അയ്യോ, ഇയാൾ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ കറക്റ്റ് ആണ്. വൺ ഫോം ഓഫ് എനർജിനെ അനദർ ഫോം ഓഫ് എനർജിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഡ്യൂസർ എന്നത്. ഇലക്ട്രോണിക്സിന്റെ കേസിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് കൺവേർഷൻ നടത്തുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എന്താണ് മാറ്റുന്നത്? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നതാണ് അല്ലെ? ഒരു ട്രാൻസ്ഡ്യൂസറിൽ ഇമ്പോർട്ടന്റ് ആയ രണ്ട് എലമെന്റ് ഏതൊക്കെയാ? പാർട്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ, ബേസിക് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ്. റെക്ടിഫയർ ട്രാൻസ്ഡ്യൂസറിലാണ് രണ്ട് എലമെന്റ് ചേർന്നതാണ് ട്രാൻസ്ഡ്യൂസർ. ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കൺവേർട്ട് ചെയ്യാനും, മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ സെൻസ് ചെയ്യാനും, ഇങ്ങനെ സെൻസ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റിയെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റാനുമുള്ള എലമെന്റ് ആണ് രണ്ടാമത്തെ എലമെന്റ്. ഏതൊക്കെയാ? ഇപ്പം സ്ക്രീനിൽ നോക്കിയാൽ നിനക്ക് കാണാം. സെൻസിങ് എലമെന്റും ട്രാൻസ്ഡക്ഷൻ എലമെന്റും അല്ലേ? പഠിച്ചില്ല നമ്മളിത് അല്ലേ? ഞാനിത് എടുക്കുമ്പോ ഇല്ലായിരുന്നു തോന്നുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ യൂട്യൂബില്. നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത്. ഓക്കെ, അതൊക്കെ നോക്കണം. അടുത്തത് സൗമ്യ, എന്തൊക്കെയാ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസറിൽ എന്തൊക്കെയാ വരുന്നത്? എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫൈ ചെയ്തത്? രണ്ടോ മൂന്നെണ്ണം പറഞ്ഞാൽ മതി. കപ്പാസിറ്ററിന്റെ ആ ചാർജിങ് ഇതെല്ലാം വെച്ചിട്ടില്ല. അല്ല, ട്രാൻസ്ഡ്യൂസർ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? പ്രൈമറി ട്രാൻസ്ഡ്യൂസറും സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറും അങ്ങനെ. അതുണ്ട്. പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ ഓർമ്മയില്ല സാർ. നോക്കുന്നില്ല അല്ല തീരെ? ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് അല്ലേ? ബൈ ദ ട്രാൻസ്ഡക്ഷൻ യൂസ്ഡ്, റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് ആണോ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആണ് അല്ലേ, പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ, പിന്നെ ട്രാൻസ്ഡ്യൂസർ ആയിട്ടും ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ ആയിട്ടും ഒക്കെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്.
അടുത്ത അശ്വിൻ. എന്താണ് ഈ ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്ഡ്യൂസർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് എന്ന് പറയുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവം. അങ്ങനെയാണോ? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് കോമ്പോണന്റിനാണോ വർക്ക് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കൽ എനർജി ആവശ്യമുള്ളത് അതേതാ? ഏത് ട്രാൻസ്ഡ്യൂസറിനാണോ വർക്ക് ചെയ്യാൻ? പാസീവ് അല്ലെ? ഏതിനാണോ വേണ്ടാത്തത് അതാണ് ആക്റ്റീവ്. ഓക്കെ, ഏതാണ്? അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാൻ പറ്റുമോ പാസീവിനും ആക്റ്റീവിനും? വെയിറ്റ് മെഷീൻ നോക്കുന്നു, ലോഡ് സെല്ല്. ലോഡ് സെല്ല്. ഓക്കെ, നമ്മൾ പഠിച്ചത് വെച്ച് നമ്മൾ ലോഡ് സെല്ല് എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല ക്ലാസ്സിൽ. സ്ട്രെയിൻ ഗേജ്. ഓക്കെ, അതേതാ? പാസീവ് ആണോ ആക്റ്റീവ് ആണോ? പാസീവ്. ആക്റ്റീവിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാൻ പറ്റുമോ? റെസിസ്റ്റൻസ് അതല്ലേ പാസീവ്? നമ്മളിപ്പോ സ്ട്രെയിൻ ഗേജിൽ റെസിസ്റ്റൻസ് അല്ലേ വേരിയേഷൻ ഉണ്ടാകുന്നത്? വോൾട്ടേജ് വേരിയേഷൻ അല്ലല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് വൈബ്രേഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് സപ്ലൈ കൊടുക്കാതെ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. റെസിസ്റ്റീവ് ആണെങ്കിൽ അതിന് എന്തായാലും ഒരു ബ്രിഡ്ജും ഒരു സപ്ലൈ ഒക്കെ വേണ്ടി വരും വർക്ക് ചെയ്യാൻ. ഓക്കെ, ഞാൻ ഫസ്റ്റ് അവറെ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതല്ല, ജസ്റ്റ് നിങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പലരും വീഡിയോ കാണലില്ല, ക്ലാസ്സിലും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ചോദിക്കുന്നത്. ഓക്കെ, അപർണ ഉണ്ടോ? ഓക്കെ, എന്താണ്? ടൈപ്പ് ചെയ്താലും മതി. എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജി ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഒരു മെക്കാനിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അതിനാണ് പ്രൈമറി സെൻസിങ് അല്ലെങ്കിൽ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബേർഡൻ ട്യൂബ്, അന്നൊരു എക്സാമ്പിൾ അങ്ങനെ ആക്കിയത്. ബേർഡൻ ട്യൂബ് LVDTയും കണക്ട് ചെയ്ത ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ ബേർഡൻ ട്യൂബിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആക്കി മാറ്റും. പ്രഷറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബേർഡൻ ട്യൂബിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആക്കി മാറ്റും. അപ്പോൾ എന്ത് ചെയ്യും? പ്രഷർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ മെക്കാനിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റി അല്ലേ. വീണ്ടും എന്താണ് ചെയ്തത്? വീണ്ടും ഈ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? LVDT ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയാ?
എന്താണ് അഭിജിത്ത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കി? ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ, സെൻസിറ്റിവിറ്റി, ഓപ്പറേറ്റിംഗ് റേഞ്ച്, പിന്നെ അക്യുറസി, പിന്നെ ക്രോസ് സെൻസിറ്റിവിറ്റി, എറേഴ്സ്. ഓക്കെ, ഈ ഒരു ടേംസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് കൂടെ എന്താ പറയാ, എല്ലാ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയാം അല്ലെ? അനുവിന്ദ്, എന്താണ് ഒരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഒരു എനർജീനെ മറ്റേ ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റും. അത് ട്രാൻസ്ഡ്യൂസർ. ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നു. എൻ്റെ മോനെ, അന്ന് ഞാൻ എടുത്തത് വേറെയാ. അന്ന് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. നീ ഇല്ലെങ്കിൽ നിനക്ക് കാണാനാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മറ്റേ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ പൊട്ടൻഷ്യോമീറ്റർ. ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്? വോൾട്ടേജ് ഡിവിഷൻ ആണ് പൊട്ടൻഷ്യോമീറ്റർ. Okay, voltage division means how it will convert this angular displacement into change in resistance. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? സ്ലൈഡിംഗ് കോണ്ടാക്ട് ഉണ്ടാവും, വൈപ്പർ പേരുള്ള. സ്ലൈഡിംഗ് കോണ്ടാക്ട് ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നിനക്ക് വൈപ്പർ എന്നുള്ള വേർഡ് കിട്ടിയല്ലോ അല്ലെ? അപ്പൊ നീ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. എന്താ ഓക്കെ, എന്താണ് സ്ട്രെയിൻ ഗേജ്? സ്ട്രെയിൻ ഗേജിന്റെ വർക്കിംഗ് എങ്ങനെയാ അത് പറ. സ്ട്രെയിൻ ഗേജ് എന്ന് വെച്ചാൽ R പ്രൊപ്പോർഷണൽ ടു L/A എന്നുള്ള ആ റിലേഷനെ നോക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഏതൊക്കെ ടൈപ്പ് സ്ട്രെയിൻ ഗേജാ ഉള്ളത്? വയർ ഗേജ് ഉണ്ട്, അൺബൗണ്ടഡ് ഉണ്ട്. വയർ ഗേജ് അൺബൗണ്ടഡും ബൗണ്ടഡും അല്ലേ? ബൗണ്ടഡ്, അത് വയർ ഗേജിൽ പെടും. ഓക്കെ, അടുത്തത് സനില. എന്താണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്? LVDT എങ്ങനെയാ വർക്കിംഗ് എന്ന് പറയാൻ പറ്റുമോ? LVDTയുടെ വർക്കിംഗ് പറയാൻ പറ്റുമോ? ഇല്ല സർ. ഒരു പ്രൈമറിയും 2 സെക്കൻഡറി മൂവിംഗ് കോർ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രൈമറി കോയില് എക്സൈറ്റ് ചെയ്തിട്ട് AC കറണ്ട് സെക്കൻഡറി വൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ. അപ്പം സെക്കൻഡറി വൈൻഡിങ് ഈക്വൽ പൊസിഷൻ ആയിരിക്കും. അപ്പൊ ഔട്ട്പുട്ട് ഓഫ് ദി സെക്കൻഡറി ക്യാൻസൽ ചെയ്യും രണ്ടും. നോക്കി വായിക്കുന്നയാ? അല്ല,
ഓക്കെ, ഇത് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, കാരണം നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഞാൻ പറയാം, എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്, ഇതേപോലെ യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ക്ലാസ് മിസ്സായാലും നിങ്ങൾക്ക് കാണാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അതെല്ലാം യൂസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഓക്കെ, എനിക്ക് കുറച്ച് ഒരു വീക്കായിട്ട് ഈ സബ്ജക്റ്റുമായിട്ടുള്ളൊരു ടച്ച് വിട്ട് പോകുന്നുണ്ടോ നിങ്ങൾ എന്നുള്ളൊരു സംശയം വന്നിട്ടാണ് ഞാനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ക്വസ്റ്റ്യൻസ് ചോദിച്ചതല്ല, ഒരു ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകാൻ. അപ്പം കുറേ ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല അധികം ഒരു ടച്ച് ഉണ്ട്. ഈ ഒരു 1.5 വരെയുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നതല്ലാതെ വേറെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ഇപ്പം, കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ആയിരുന്നു. കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുലയാണ്. അപ്പോൾ അത് C=ε0 εr A/d. ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് 3 സെന്റൻസ്. ദാറ്റ് ഈസ് C=ε0 εr A/d എന്ന് പറയുന്ന ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് 3 സെന്റൻസ്. ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പെർമിറ്റിവിറ്റി. ഓക്കെ, ദെൻ capacitance is proportional to area. Capacitance is inversely proportional to distance between the plate. So that is the basic working of capacitive transducer. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ 3 ഡയഗ്രവും സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. കാരണം ഒന്നാമത്തത് ഏരിയ ചേഞ്ച് ചെയ്യണം. സോ ദാറ്റ് ഏരിയ മീൻസ് ഓവർലാപ്പിംഗ്. ആ ഒരു സെന്റൻസ് ആണ് നമ്മൾ മനസ്സിൽ വേണ്ടത്. ഏരിയ മീൻസ് ഓവർലാപ്പിംഗ് ഏരിയ. സോ ഹൗ ദിസ് L ചേഞ്ചസ് ആസ് വൺ ഓഫ് ദ പ്ലേറ്റ് ഈസ് മൂവ്ഡ് ലെഫ്റ്റ് ഓർ റൈറ്റ്. അല്ലെ, ഒരു പ്ലേറ്റ് ലെഫ്റ്റിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഓവർലാപ്പിംഗ് ഏരിയ ചേഞ്ച് ആവുന്നത്, അതാണ് എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റീവ് പ്ലേറ്റ് ഏരിയ ചേഞ്ച് ചെയ്യുമ്പം എങ്ങനെയാണ് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുന്നത്. സോ സെക്കൻഡ് പോയിന്റ് വാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. So this is very important. D is very important. So one plate is fixed and the plate is movable. So as some force or pressure is applied or displacement is applied, this plate will move left or right, so that the distance between the plate will change, increase or decrease. Okay, so that was the second one. And third one is about permittivity. Okay, ε0 into εr, or simply you can tell epsilon. So that is based on working based on the dielectric material. So as it moves left or right, permittivity will change, and of course the capacitance will change. And then we have discussed capacitor microphone operation. So there is a back plate which is always connected to the positive terminal of the supply, and negative terminal is connected to resistance, and other end of the resistance is connected to a diaphragm. Okay, the diaphragm is very flexible to move as it receives the sound waves, oscillatory sound waves. Whenever oscillatory sound wave hits this diaphragm, it vibrates. When it is vibrating, the distance between the plate, okay, this is back plate and this is the diaphragm, and whenever it is vibrating, the distance between the plate will change. Of course, the resistance, voltage across this resistance will change. Okay, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. Okay, till now we were discussing about, okay, ഹർഷ്, ആരെങ്കിലും വോയിസ് ബ്രേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലൈഡ് ലോഡ് ചെയ്യാത്ത പ്രശ്നമുണ്ടോ? ഓക്കെ, ഹർഷ, നിന്റെ റേഞ്ചിന്റെ പ്രശ്നമാണ്. ഓക്കെ, till now we were discussing about transducers, and what was transducer? It will convert one form of energy into another form. Okay, so during our previous classes like resistive, inductive, capacitive transducer, we were converting some physical quantity into change in capacitance or change in resistance or change in inductance, so that the voltage or so that the change in voltage, change in current will happen.
Now we are discussing about sensor. Okay, sensor is completely different. It will sense the presence of an object, or it is not like transforming one form of energy into another form. It will give you an output. It will sense the presence of an object. Okay, or it will sense, okay, that is the correct definition. It will sense the presence of an object. So first you will see how Hall effect sensor. This is one of the sensor. Hall effect sensors are devices which are activated by an external magnetic field. So it is used to sense external magnetic field. Okay, so എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് പണ്ട് കാലത്തല്ല, റീസെൻ്റ് ആയിട്ട് ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഡോറിൻ്റെ മുകളിൽ അത് പേസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഒന്ന് ഡോറ്, നമ്മൾ ഡോറിൻ്റെ എന്താ പറയുക, ഫ്രെയിമിൻ്റെ മുകളിൽ ഒരു 2 ഒബ്ജക്റ്റ് ഉണ്ടാവും. അത് ഒന്ന് ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ മേലെയും ഒന്ന് ഡോറിൻ്റെ മുകളിലും പ്ലേസ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നുവെച്ചാൽ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഓൺ ആയിട്ടിരിക്കും. ഇത് ഓഫ് ആക്കാണ്ട് ആരെങ്കിലും ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു അലാറം വരും. ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ആണത്. ഓക്കെ, ആരെങ്കിലും നമ്മളെ അറിവില്ലാതെ ആരെങ്കിലും ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു അലാറം വരും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഒരു ഫ്രെയിമിന്റെ മുകളിൽ വി വിൽ കീപ് വൺ ഒബ്ജക്ട് ആൻഡ് on the door we will keep another object. This will be almost near to the other one. Okay, and whenever and then we will switch on this device, and if a person opens the door without switching off that device, an alarm will come. Okay, that is what the working of that. So it is working based on Hall effect sensor. That means on the frame we will keep that magnet. ഒരു മാഗ്നറ്റ് നമ്മൾ ആ ഫ്രെയിമിന്റെ മുകളിൽ കീപ്പ് ചെയ്യും. There is nothing else it is there, only one magnet. And on the door we will keep Hall effect sensor and associated circuit, like buzzer. We need one buzzer, we need one Hall effect sensor, and necessary supply for that device. Okay, that means that particular sensor can sense magnetic field. Okay, അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ ഡിവൈസ് ആണ് ഈ Hall effect സെൻസറിൽ വരുന്നത്. അതൊരു എക്സാമ്പിൾ ആണ്. Now we'll read this one. The output signal from a Hall effect sensor is a function of magnetic field density around the device. When a magnetic field density around the sensor exceeds a certain preset threshold, the sensor will detect it and generate the output called Hall effect voltage. Okay, so we will be keeping that sensor. So when the magnetic field around this sensor reaches a preset value or preset threshold, it will detect and it will generate an output voltage called Hall voltage. Okay, what is this? How this is working? That is what we are going to learn next. That is, Hall effect sensors consist of a thin piece of rectangular p-type semiconductor material. Okay, Hall effect sensor എന്ന് പറയുന്നത് ഒരു thin piece of rectangular p-type semiconductor material ആണ്, such as gallium arsenide, indium antimonide or indium arsenide. Okay, so initially or every time the current will flow through this particular sensor. Okay, current will be flowing through this particular p-type semiconductor material. അല്ലെ, ആ p-type മെറ്റീരിയൽ ആണ് നമ്മളിവിടെ സെൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ, അതായത് തിൻ പീസ് ഓഫ് p-type semiconductor material. ഓക്കെ, നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. When the device is placed in a magnetic field, the magnetic flux lines exert a force on the semiconductor material which deflect the charge carriers. Okay, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡയഗ്രാം നോക്കാം. ഓക്കെ, ഇതാണ് p-type semiconductor material. ഇതാണ് ഈ p-type semiconductor material എന്ന് പറയുന്നത്. റെക്ടാങ്കുലർ തിൻ ഷീറ്റ് ഓഫ് p-type semiconductor material. Okay, it is connected to a DC power supply. Positive is here, negative is here, and initially the current will flow directly from one end of the semiconductor to the another end. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഫ്ലോ ഉണ്ട്. Okay, if someone keeps a magnetic field or magnet near to that sensor, what happens means it will push negative charges to one side and positive charges to
another side. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് ചാർജസിനെ ഒരു സൈഡിലേക്കും നെഗറ്റീവ് ചാർജസിനെ മറ്റു സൈഡിലേക്കും പുഷ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? ഒരു സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് പൊളാരിറ്റിയിലും മറ്റു സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് പൊളാരിറ്റിയിലും ആയിരിക്കും. സോ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇനീഷ്യലി അവിടെ എന്താ സംഭവിക്കുന്നത്? ഇനീഷ്യലി അവിടെ ഒരു കണ്ടിന്യൂസ് കറണ്ട് ഫ്ലോ ആണുള്ളത്, അല്ലെ? ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഒന്നും ഇല്ല ഈ മെറ്റീരിയലിന്. ദർ ഇസ് നോ വോൾട്ടേജ് ഡിഫറൻസ് അറ്റ് ഓൾ. സോ വെനെവർ someone keeps a magnetic field or magnet near to this sensor, because of this magnetic effect, it will push negative ions to one side, negative charge areas to one side, and positive charge areas to another side, opposite side. അല്ലെ? അപ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്താൽ ഒരു സൈഡിൽ എന്തുണ്ടാവും? പോസിറ്റീവ് സപ്ലൈ ഉണ്ടാവും, മറ്റേ സൈഡിൽ എന്ത് ഉണ്ടാവും? പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ടാവും, മറ്റേ സൈഡിൽ എന്തുണ്ടാവും? നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ടാവും. So that is actually a potential difference. Previously it was not there. Okay, that potential difference previously ഉണ്ടായിരുന്നില്ല. Now when during the presence of a magnet or magnetic field, there is a potential difference across the opposite ends. Okay, that voltage is called Hall voltage. So ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ ഇതിന്റെ അടുത്തേക്ക് മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. മാഗ്നറ്റ് ഇല്ലാത്ത സമയത്ത് എന്തായി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. So it senses magnetic field. Okay, so നമ്മൾ പറയേണ്ടത് ഇതാണ്, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോൾ എഫക്ട് സെൻസർ? വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോൾ എഫക്ട് സെൻസർ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്? we have a p-type material and the p-type material is connected to a positive supply. Initially current will be flowing through the p-type material. So when a magnet come close to this p-type material, what happens? It will push negative charges to one side and positive charges to other side. So when it is pushing like that, there will be a potential difference across the opposite end of this particular sensor. A particular sensor the opposite end like or potential difference ഉണ്ടാവും. This potential difference is Hall voltage, and Hall voltage, the magnitude of Hall voltage is will present only when there is a magnetic field. ഒരു magnetic field ഉണ്ടാവുന്ന സമയത്ത് ഈ Hall voltage ഉണ്ടാവുകയുള്ളൂ. Okay, so we will read this one. As these electrons and hole move sidewards, a potential difference is produced between two sides of the semiconductor material by building up of these charge carriers. Okay, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, നമ്മൾ ഈ ഒരു ലൈൻ ഒന്നും കൂടെ വായിക്കരുത്. When a device is placed in the magnetic field, the magnetic field exerts a force on the semiconductor material which deflect the charge carriers, electrons and holes, to either side of the semiconductor slab or rectangular sheet of semiconductor. This movement of charge carriers is a result of magnetic force. ഈ ചാർജ് കാരിയർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഒരു റിസൾട്ട് ആണ്. Okay, as these holes and electrons move sidewards, a potential difference is produced between two sides of the semiconductor material by building up of this charge carriers. അങ്ങനെ ഒരു potential difference അവിടെ ഉണ്ടാവും. Then the movement of electron through the semiconductor material is affected by the presence of an external magnetic field which is right angle to it, and this effect is greater in a flat rectangular shaped material. ഇത് കൂടുതലും ഫ്ലാറ്റ് റെക്ടാങ്കുലർ ഷേപ്ഡ് മെറ്റീരിയലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ഹോൾ എഫക്ട് സെൻസറിന്റെ വർക്കിംഗ്. സോ ഈ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാതെ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാർക്ക് വളരെ കുറവേ കിട്ടും. അപ്പോൾ ഈ ഡയഗ്രാമത്തിൽ നമ്മൾ എന്തൊക്കെ കാണിക്കണം? സപ്ലൈ കാണിക്കണം, ഹോൾ വോൾട്ടേജ് കാണിക്കണം, മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് കാണിക്കണം, അതേപോലെ തിൻ ഷീറ്റിൽ ആ ഡിഫ്ലക്ഷൻ കറക്റ്റ് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് കാരിയറിന്റെ ഡിഫ്ലക്ഷൻ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ള ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഹോൾ എഫക്ട് സെൻസർ. Okay, now we will learn about other sensors, that is proximity sensor. Proximity sensor is other type of sensor which will sense the presence of object. Okay, എല്ലാ സെൻസറും പോലെ തന്നെ presence of object
സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒബ്ജക്റ്റ് എന്ന് ഇതിനകത്ത് പർട്ടിക്കുലർ ആയിട്ട് പറയാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഹോൾ എഫക്ട് സെൻസർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പ്രസൻസ് ഓഫ് സംതിങ് നമുക്ക് പറയാൻ പറ്റും. ഒരു എന്താ പറയാ, ഒരു ഫീൽഡ് സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്, ഹോൾ എഫക്ട് സെൻസർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് അവിടെ സെൻസ് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിനെ അല്ല അവിടെ സെൻസ് ചെയ്യുന്നത്. അപ്പം പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് ഒരു പ്രസൻസ് ഓഫ് ഒബ്ജക്റ്റ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ വേർ ഇറ്റ് ഈസ് യൂസ്ഡ്, എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇപ്പം നമുക്ക് നമ്മൾ പണ്ട് ബേസിക് പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദർ ആർ lot of projects like saying that project to separate metal and non-metal object, മെറ്റലും നോൺ മെറ്റൽ ഒബ്ജക്റ്റും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് അല്ലേ. അവിടെ എന്ത് ചെയ്യണം? മെറ്റലും സെൻസ് ചെയ്യണം, നോൺ മെറ്റലും സെൻസ് ചെയ്യണം. അങ്ങനെ സെൻസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കളർ സെൻസ് ഡിറ്റക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മെറ്റൽ ഒബ്ജക്റ്റിനെ മാത്രം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഒരു എന്താണ് വേസ്റ്റ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് മെറ്റൽ ഒബ്ജക്റ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ബാക്കി വുഡനോ അല്ലെങ്കിൽ പേപ്പറൊക്കെ വേറെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് വരും. So proximity sensors are used to sense the presence of object. Okay, there are different types of proximity sensors. One is inductive proximity sensor, another one is capacitive proximity sensor, and then we have optoelectric proximity sensor or optosensor. Okay, ആ നെയിം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഇൻഡക്റ്റൻസിന്റെ അതിലൊരു കോയിൽ ഉണ്ടാവാം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് എന്താ? അവിടെ രണ്ട് പ്ലേറ്റ് ഉണ്ടാവും, ഡൈഇലക്ട്രിക് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്റ്റീവിലാണ്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓപ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? അത് ലൈറ്റിനെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. So an inductive proximity sensor consists of an electrical oscillator, flip-flop and an amplifier. ഓക്കെ, ഒരു ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, ഓസിലേറ്റർ ഉണ്ട്. വെൻ വോൾട്ടേജ് ഈസ് അപ്ലൈഡ്, ഓസിലേറ്റർ ജനറേറ്റ് എ ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് that is emitted from the front of sensor. Okay, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് what this oscillator will do, oscillator will generate high frequency alternating magnetic field. കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. So if an electrical circuit is introduced to this field, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഈ ഫീൽഡിന്റെ മുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ the oscillator is attenuated. ഓസിലേറ്ററിന്റെ അറ്റന്വേഷൻ നടക്കുക, അതായത് അതിന്റെ വോൾട്ടേജ്, അതിനുണ്ടാവുന്ന ഔട്ട്പുട്ടിന്റെ വാല്യൂം റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദെൻ വി ഹാവ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് an amplifier. So when oscillator attenuates, flip flop changes its value. Okay, flip flop എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സ്റ്റോറേജ് എലമെന്റ് ആണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് എന്ത് മാറും? അതിൻ്റെ അകത്തെ സ്റ്റേറ്റ് മാറും അല്ലെ. 0 എന്നുള്ള സ്റ്റേറ്റ് ആവും, 1 എന്നുള്ള സ്റ്റേറ്റ് ആവും, അങ്ങനെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. Okay, so this is the block diagram of inductive proximity sensor. So here is one sensor and an object is placed here. This is the object. So please note that object whatever I have placed here is metal object. So by that we mean that inductive proximity sensors are used only to sense presence of metal object. Inductive proximity sensor എന്ന് പറയുന്നത് മെറ്റൽ ഒബ്ജക്റ്റ് സെൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഓക്കെ, സോ ആസ് ദിസ് ഡയഗ്രാം സേസ്,
ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിന് 3 എലമെന്റ് ആണുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് ഓസിലേറ്റർ. സോ യു ക്യാൻ സീ ദാറ്റ് ഇൻഡക്റ്റീവ് കോയിൽ ഈസ് ദെയർ ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് it produces an alternating magnetic field. And here you can see the second one is flip-flop actually. So input is represented like this. It is changing from high to low or low to high, something like that. Flip-flop is okay, it is a digital, it is changes from 0 to 1 or 1 to 0 like that. And then we have an amplifier which will amplify the magnitude of output of flip-flop. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ നമുക്ക് ബേസിക് ആയിട്ട് 3 എലമെന്റ് ആണുള്ളത്. വി ഹാവ് ഓസിലേറ്റർ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ആംപ്ലിഫയർ. സോ നമുക്ക് 2 പോയിന്റ് മനസ്സിലായി. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ 3 എലമെന്റ് ആണുള്ളത്. വൺ ഈസ് ഓസിലേറ്റർ, സെക്കൻഡ് വൺ ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് തേർഡ് വൺ ഈസ് ആംപ്ലിഫയർ. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഈസ് ഓൺലി യൂസ്ഡ് ടു ഡിറ്റക്ട് മെറ്റൽ ഒബ്ജക്റ്റ്. മെറ്റൽ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. സോ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഓൾ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ. ഇൻ അഡീഷൻ ടു മെറ്റൽ, ദീസ് ഇൻക്ലൂഡ് ഗ്രാഫൈറ്റ്. മെറ്റൽ കൂടാതെ ഗ്രാഫൈറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇതിൽ വർക്ക് ചെയ്യും. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇപ്പം ഇതാണ് എൻ്റെ ഇൻഡക്റ്റീവ് സെൻസർ. ഇതിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഒരു കോയിൽ ഉണ്ടെന്ന് വിചാരിക്കും. സോ വി ഹാവ് എ കോയിൽ ലൈക്ക് ദിസ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് സെൻസർ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ഈ ഇൻഡക്റ്ററിൻ്റെ കോയിലിൻ്റെ മുകളിൽ ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത് അല്ലേ? ഇൻഡക്ടറിൻ്റെ കോയിലിൻ്റെ അറ്റത്ത് ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് കോയിലാണുള്ളത്. അപ്പോൾ അതൊരു മാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ സമയത്ത് ഒരു മെറ്റൽ ഒബ്ജക്റ്റ് അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ, സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ് മാഗ്നറ്റിക് എനർജി, അത് മാഗ്നറ്റിക് എനർജിക്ക് നല്ലൊരു കണ്ടക്ടറാണ് ഈ മെറ്റൽ ഒബ്ജക്റ്റ്. അപ്പം ഈ മാഗ്നറ്റിക് എനർജി മെറ്റൽ ഒബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഓസിലേറ്റർ, അതായത് ഓസിലേറ്ററാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഓസിലേറ്ററിൻ്റെ ഉള്ളിലുള്ള കറണ്ട് ഫ്ലോ ചേഞ്ച് ചെയ്യും. അവിടെ വാല്യൂ, അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരും. അതായത് ലോന്ന് ഹൈയിലേക്ക് ചേഞ്ച് ആയി വരും. ഓക്കെ, ലോന്ന് ഹൈ ആയിട്ട് ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് വിൽ ബി ഡിറ്റക്റ്റഡ് ബൈ എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. So as the input to one of the terminal of flip-flop changes, what happens? It changes its state. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റേറ്റ് അത് ചേഞ്ച് ചെയ്യും, ലോന്ന് ഹൈയിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു മാഗ്നറ്റിക് മെറ്റൽ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടായി. ഇനീഷ്യലി 0 ആണെങ്കിൽ അവിടെ എന്തായി? ഔട്ട്പുട്ട് ഹൈ ആയി മാറി, അല്ലെങ്കിൽ 1 ആയി മാറി. അല്ലെങ്കിൽ ഇനീഷ്യലി 1 ആണെങ്കിൽ അത് 0 ആയി മാറി. 2 ടൈപ്പും അവൈലബിൾ ആണ്. ഓക്കെ, മാർക്കറ്റിൽ 2 ടൈപ്പായി മെറ്റീരിയലും അവൈലബിൾ ആണ്. ഇനീഷ്യലി അതൊരു 24 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് നമുക്ക് തരും, സെൻസ് ചെയ്യുന്ന സമയത്ത് 0 വോൾട്ട് തരും. ഓർ ഇനീഷ്യലി 0 വോൾട്ട് തരും, സെൻസ് ചെയ്യുന്ന സമയത്ത് 24 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇത്ര കൺക്ലൂഡ് ചെയ്യാം. സോ ഇറ്റ് സെൻസസ് ദ പ്രസൻസ് ഓഫ് ആൻ ഒബ്ജക്ട്. അല്ലെ, പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് ഇറ്റ് സെൻസസ് ദ പ്രസൻസ് ഓഫ് ആൻ ഒബ്ജക്ട്. സോ ദർ ആർ 3 ടൈപ്പ്: ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ, കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ആൻഡ് ഓപ്റ്റോ പ്രോക്സിമിറ്റി സെൻസർ. ഓക്കെ, in inductive proximity sensor, it is used, first point എന്ന് പറയുന്നത്, it is used to sense the presence of metal object. Also it senses graphite. Okay, that is the first point. And second point is, it has 3 elements. First one is oscillator, second one is a flip-flop, and third one is amplifier. Okay, and what this oscillator will do, oscillator will generate or create a high frequency magnetic field around the coil. ഒരു ഇൻഡക്റ്റീവ് കോയിൽ ഉണ്ടാവും, അതിനെ ക്രോസ് എന്ത് ചെയ്യും? ഒരു ഹൈ ഫ്രീക്വൻസി, അതായത് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻഡക്റ്റീവ് കോയിൽ ഉണ്ടാവും. സോ അറൌണ്ട് ദിസ് ഇൻഡക്റ്റീവ് കോയിൽ ആൻഡ് ഓസിലേറ്റർ വിൽ ക്രിയേറ്റ് എ ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇനീഷ്യലി there will be a magnetic field. If someone keeps a metal object near to that magnetic field, magnetic energy will flow from this inductive circuit to metal object.
so that there is a change in magnetic energy. So output of oscillator attenuates, magnitude കുറഞ്ഞു വരും. So that is detected by a flip-flop, and flip-flop will change its state, and it is amplified and given to the output terminal. അത് ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് നമുക്ക് തരും. സോ ഇതായിരുന്നു നമ്മുടെ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഇതാണ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. സോ ഇതിൻ്റെ ടിപ്പിൽ നമുക്കൊരു ഇൻഡക്റ്റീവ് കോയിൽ ഉണ്ടാവും. സോ ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ വെൻ ദിസ് മെറ്റൽ ഒബ്ജക്റ്റ് ഈസ് ക്ലോസ് ടു ദിസ് magnetic field, the energy will flow from sensor to metal object, so that oscillator attenuate ചെയ്യും. That change detected by flip-flop, and then it is amplified and given to the output. So it is a 3-terminal device. So supply കൊടുക്കണം, അതായത് ഓസിലേറ്ററിന് സപ്ലൈ കൊടുക്കണം, പ്ലസ് ഓർ മൈനസ് ടെർമിനൽ ഉണ്ടാവും. ആൻഡ് വി ഹാവ് തേർഡ് ടെർമിനൽ ഫോർ ഔട്ട്പുട്ട്. മൂന്നാമത്തെ ടെർമിനൽ ഔട്ട്പുട്ട് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ LED മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനെയാണ് ഒരു ഫെറസ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റൽ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുക. അതിൻ്റെ നിയർ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിയർ ടു അത് കീപ്പ് ചെയ്താൽ മതി. മാഗ്നറ്റിക് എനർജി ഫ്ലോ ചെയ്തോളും. അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി വരുന്ന വരെയുള്ള ഏരിയയിൽ അത് കൊണ്ടുവച്ചാൽ മതി, ആ മാഗ്നറ്റിക് എനർജി ഫ്ലോ ചെയ്തോളും. അപ്പം എന്ത് ചെയ്യും, ആ ചേഞ്ച് ഔട്ട്പുട്ടിൽ വരും. അപ്പം 2 ടൈപ്പ് ഉണ്ട്, PNP NPN. ഇനീഷ്യലി NPNൽ വോൾട്ടേജ് 0 ആയിരിക്കും, സെൻസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഹൈ കിട്ടും. PNPയിൽ വോൾട്ടേജ് ഹൈ കിട്ടും, സെൻസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ലോ ആയി മാറും. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു പ്ലസ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ, ആൻഡ് ദെൻ 1 ലോഡ്. ഓക്കെ, ലോഡ് മീൻസ് ദാറ്റ് ഈസ് ദിസ് ഈസ് ഔട്ട്പുട്ട് ടെർമിനൽ. ഔട്ട്പുട്ട് ടെർമിനൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത അവർ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. നമ്മളിന്ന് ഈ മോഡ്യൂൾ തീരും. ഓക്കെ,